ഈ CM-ന്റെ കാര്യം പറഞ്ഞാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു നെഗ്ലിജൻസ് നിങ്ങൾ എല്ലാവർക്കും ഞാൻ ആ വീഡിയോയിലൂടെ ഇട്ട് തന്നതാണ്. ഞാൻ ഇതിലും അത് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ എല്ലാവരും ആ പത്ര സമ്മേളനത്തിൽ കണ്ടതാണ്. ഇതെല്ലാം അവിടെ ചെയ്തു. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കഥ വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയ, എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് എന്ന രീതിയിൽ ഞാനത് പറയുന്നത് കേട്ടോ. കാരണം നമുക്കതൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ്. ഈ കൊച്ചിൻ്റെ അച്ഛനെ കാണാതായിട്ട് കഴിഞ്ഞ 7 ദിവസമായി. ഇതുവരെയായിട്ടും ആ തീരദേശ പ്രദേശത്ത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നില്ല. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പിഴവാണ്. ആ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും ആ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയും പിഴവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വീഡിയോയിൽ മുഴുവൻ പിഴവുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നല്ലത് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ പിഴവുകൾ മാത്രം കാണിച്ചാൽ നന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ കോൺഗ്രസ് അണികൾ ഈ പെൺകുട്ടിയെ തെറി പറയുകയാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ മന്ത്രിമാരൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. VD സതീശ മേനോൻ അടക്കം അദ്ദേഹം ഇടയ്ക്കെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ തെളിവുകളോട് കൂടിയിട്ട് ആളുകളൊക്കെ സമർത്ഥിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം പണിയെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും MLA-മാരും അക്ഷീണം പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പണിയെടുക്കാതെ പറ്റില്ല. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ മന്ത്രിമാർക്ക് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അണികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കാരണം ഈ പെൺകുട്ടിയുടെ രക്ഷിതാവാണ് കാണാതായിട്ട് കഴിഞ്ഞ 7 ദിവസമായി കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കുടുംബവും മുഴുവൻ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് തീരദേശമാണ്, നമുക്കറിയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കഴിഞ്ഞ തവണ എങ്ങാണ്ട് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് തീരദേശത്തേക്ക് മന്ത്രിമാർ പോയപ്പോൾ കിട്ടിയ പണി എല്ലാവർക്കും അറിയാലോ എന്ന രീതിയിലുള്ളൊരു വാക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ഇത് കണ്ടു നോക്കൂ. നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. കുടുംബത്തിന്റെ സങ്കടമാണ്. പക്ഷെ ആ കുടുംബങ്ങൾ പറയുന്നത് വകുപ്പ് മന്ത്രി എന്നൊരാളുണ്ട്. പക്ഷെ ആ മന്ത്രി നിങ്ങളത് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ ഈ നമുക്കറിയാലോ തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അത് നമുക്കറിയാലോ തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് എന്താ തീരപ്രദേശത്ത് ഇത്ര വലിയ പ്രശ്നമുള്ളത്? നമുക്കറിയാലോ തീരപ്രദേശത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ചില ഭാവങ്ങളുണ്ട്. ഈ തീരപ്രദേശത്തെ ആളുകൾ എന്താ പിടിച്ചു തിന്നുന്നു? സുഹൃത്തുക്കളെ, എൻ്റെ തൊട്ടടുത്ത് വേണമെങ്കിൽ ഒരു തീരപ്രദേശമുണ്ട്, പൊന്നാനി. എനിക്ക് ആ തീരപ്രദേശത്തെ ജനങ്ങളുടെ സ്നേഹം ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു BEd പഠനം ആ ഒരു തീരപ്രദേശത്തെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ കഴിച്ചു കൂട്ടിയത്. അവിടെ ആ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ നാട്ടിലും ഒപ്പം തന്നെ പൊന്നാനിക്ക് അപ്പുറത്തുള്ള നാട്ടുകാർക്ക് മുഴുവൻ തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ അപ്പം തന്നെ സുന്നത്ത് കഴിച്ചിട്ട് മുസ്ലിം ആക്കും എന്ന ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങൾ എന്തോ ഭയങ്കര ഭീകരവാദികളാണ്. അവരെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സമാനം പിടിച്ചിട്ട് സുന്നത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് മാപ്പിളാക്കുക, തല തൊപ്പിയിടാൻ. പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്താ പറയുക മാപ്പിളാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണെന്നൊക്കെ ചിന്തിച്ചടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അതേ സ്ഥലത്ത് ഒരു വർഷത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള ആളുകൾ എനിക്കറിയാം. എൻ്റെ പല സുഹൃത്തുക്കളോടൊപ്പം അവർ വീടുകളിൽ പോയിട്ട് ഞാൻ അവരെ വീട്ടിലുണ്ടാക്കി തന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ വരുന്നു എന്നറിഞ്ഞിട്ട് അവർ വെള്ളം വേറെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 10 ലിറ്ററിൻ്റെ വെള്ളം വേറെ വാങ്ങിച്ചു വെച്ചിട്ട് അതിലാണ് എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് തന്നെ. അപ്പം ചോദിച്ചു എന്താ, ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ചോദിച്ചു അല്ല ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു ചൊയ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താ ഇല്ലാത്ത വെച്ചപ്പോൾ ഞാൻ വരുന്നു പറഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളം വാങ്ങിച്ചു വെച്ചതാന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, അവർ എനിക്ക് വേണ്ടി അത് അങ്ങനെ എന്തിനു ചെയ്യണം? അതാണ് അവിടുത്തെ മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. അവർ വേറെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നു, നമുക്ക് തിന്നിട്ടൊരു വിധവും വയറിങ്ങനെ പൊട്ടാറായി ഉണ്ടാവും. അപ്പോഴും ഒരു പഴനിറവ് കൂടി നമ്മുടെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ട് ഈ ഒന്നും കഴിച്ചില്ല ഇതുകൂടി കഴിക്കുക എന്ന് പറയുന്നൊരു ടീമാണ് ഈ പൊന്നാനി. അതുപോലെ ഈ തീരപ്രദേശത്തെ ആളുകളുടെയൊക്കെ സ്നേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ആ ഒരു പ്രദേശത്തെയാണ്
നമ്മുടെ മന്ത്രിമാർ ഭയപ്പെടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷെ അവർ ചൂടാവുന്നുണ്ടായിരിക്കും, അതങ്ങനെയാണെന്നേ. നോക്കൂ, എപ്പോഴും ഇരുമ്പുന്ന ഒരു പ്രദേശത്തുള്ള ആളുകൾ, എപ്പോഴും തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ധൈര്യവും ശബ്ദവും ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാട്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വളരെ നൈർമല്യമായിട്ടുള്ള മനസ്സും മറ്റുമൊക്കെ ആയിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവരെ പറ്റിക്കാൻ എളുപ്പമാണ് ആര്? ഈ കാട്ടിൽ താമസിക്കുന്ന, കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളൊക്കെ. പക്ഷെ അതെന്തുമാകട്ടെ, അങ്ങനെയൊക്കെ പറയുന്നതും പറയപ്പെടുന്നതും അത് ശാസ്ത്രമായി തെളിയിക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും തൻ്റെ നാട്ടിലെ എല്ലാവരും ഒരേപോലെയല്ലേ കാണേണ്ടത്? അങ്ങനത്തെ ഒരു വിഭാഗം മാത്രം എന്തോ അവിടെ അടുക്കാൻ പറ്റാത്ത പ്രദേശത്തെ ആളുകളാണ് എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ആരംഭിക്കുന്നത്. കേൾക്കൂ. അദ്ദേഹം ഇതിന് മാപ്പ് പറയുക തന്നെ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. തീരപ്രദേശമല്ലേ, അവിടെ പോയാൽ എന്ത് നടക്കുമെന്ന് അറിയില്ല. എന്ത് നടക്കും? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോ എന്ത് നടന്നു? ഇന്ന് കസേര കയറി ഇരുന്നപ്പോഴാണോ നിങ്ങൾക്ക് തീരപ്രദേശമാണെന്ന് ഓർമ്മ വന്നത്? അല്ലെങ്കിൽ അത് എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ രോഷമാണ്. പാവം, അവരുടെ രക്ഷിതാവ് കാണാനായിട്ട് 6-7 ദിവസമായി. അപ്പൊ അതിന് കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ ഏതൊരാളും രോഷം എന്താ പറയുക പ്രകടിപ്പിക്കും. അത് തീരപ്രദേശമായാലും കരപ്രദേശമായാലും കാടിൻ്റെ സൈഡിലായിരിക്കും പുഴയുടെ സൈഡിലായിരിക്കും, അതൊന്നൊരു വിഷയമല്ല. ആളുകൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. വേറൊരു അമ്മയുടെ കരച്ചിലത് കണ്ടോക്കി. അതെ, ഡിമാൻഡ് ചെയ്തില്ല. ഇപ്പഴാ ഡിമാൻഡ് ചെയ്തതെന്ന് എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് സംസാരിച്ചതാണ്. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരമ്മ, ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒരമ്മയുടെ കരച്ചിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഒരു സങ്കടം കേട്ടോ. ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥ എന്ന് വെച്ചാൽ എന്തൊരു ഭീകരമാണോ അതൊക്കെ? എന്തൊരു ഭീകരമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥ. ഇങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് കരഞ്ഞ് പറഞ്ഞാൽ മാത്രമാണ് ഇവർ അന്വേഷിക്കുകയുള്ളൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ സിസ്റ്റമൊക്കെ എന്തൊരു പരാജയമാണ്. ആ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന MLA-മാരും മന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ എവിടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു വൃത്തിയായിട്ടുള്ള ചോദ്യം കേട്ടോ. ഇനി നമ്മുടെ വേറൊരു അഴകുഴമ്പം പരിപാടി എന്ന് പറയുന്നത് ജെൻസി പിള്ളേരായിരുന്നു. സത്യം പറഞ്ഞാൽ ജെൻസി പിള്ളേർക്ക് വിവരമുണ്ട്, നല്ല വിവരമുണ്ട്, എന്നാൽ സാമാന്യ ബോധമില്ല എന്നൊക്കെ പറയേണ്ടി വരും. ജെൻസി പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇപ്രാവശ്യം കോൺഗ്രസ്സിലാണ് വോട്ട് കുത്തിയിട്ടില്ലെങ്കിൽ അവർ പറ്റിക്കപ്പെട്ടു, ഗംഭീരമായി പറ്റിപ്പിക്കപ്പെട്ടു. ഇതാണ് സംസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് VD സതീശൻ അന്ന് ഈ വാഗ്ദാനം കൊടുത്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ വാഗ്ദാനം കൊടുത്ത് തീർച്ചയായിട്ടും ജെൻസിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാരണം ജെൻസിയിൽ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള പല വിധത്തിലുള്ള അസംതൃപ്തികളുണ്ട്. ഇപ്പൊ ജെൻസി വോട്ട് വളരെ പ്രധാനമാണ്. കേരളത്തിലും ജെൻസി വോട്ട് വളരെ പ്രധാനമാണ്. അപ്പൊ ആ വോട്ട് കിട്ടണം, അതിനുവേണ്ടി തന്നെ പറഞ്ഞതാണ്. അത് പറയുന്ന സമയത്തും VD സതീശൻ അറിയാതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. അതേ കുറിച്ച് അറിയാത്ത ഒരാളാണോ 10? ഒരിക്കലല്ല. അദ്ദേഹം എന്താ പറയുക, നല്ല വിവരമുള്ള മനുഷ്യനാണ്. അസാരമായിട്ട് ധാരാളമായിട്ട് പുസ്തകം വായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ VD സതീശൻ മേനോൻ. നല്ല കാര്യം, നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ നല്ല റീഡിങ്ങുള്ള ഒരു മനുഷ്യനല്ലേ. അദ്ദേഹം ഒരു വക്കീലാണ്. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ഈ വണ്ടിയിലൊന്നും ഈ പറയുന്ന പരിപാടിയിൽ നമുക്ക് ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ നടത്താൻ കഴിയില്ല. കാരണം കേരളത്തിന് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ കേന്ദ്രത്തിന് നിയമം വേണം. കേന്ദ്ര ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലൊരു മോഡിഫിക്കേഷൻ നടക്കില്ല. കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ച് മാത്രം പോയാൽ മതി എന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും അറിയാത്തൊരാൾക്കാരായിരുന്നു ഇവിടെ കോൺഗ്രസ്സിലുണ്ടായിരുന്നത് അല്ല. പക്ഷേ ജെൻസികളെ വോട്ട് കിട്ടാൻ വേണ്ടി വൃത്തിയായിട്ട് അവരെ പറ്റിച്ചു എന്നൊക്കെ പറയാം. ജെൻസികളാണെങ്കിലോ മഹാ അബദ്ധം ടീമായി മാറിയെന്ന് പറയാം. അവർക്ക് ഈ പറഞ്ഞത് മുഴുവൻ അവരാണ് വിശ്വസിച്ചു. പിറ്റേ ദിവസം മുതൽ ഒന്നും പറയുന്നില്ല. 4 നൂറ്റാണ്ടുകാലം MLA ആയിട്ടിരുന്ന VD സതീശൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാം. അതേക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. അദ്ദേഹം അഭിഭാഷകം കൂടിയാണല്ലോ. അദ്ദേഹത്തിന് അറിയാം, ലോയൊക്കെ നന്നായിട്ട് അറിയാം. അത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദ്യം വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് പറയും. അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് നടക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ മോഡിഫിക്കേഷൻ, അത് ജെൻസി പറഞ്ഞാലും ഇനിയിപ്പോൾ ജെൻഎക്സ് പറഞ്ഞാലും
അനാവശ്യമായ ഒരു കാര്യമാണ്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അത് അദ്ദേഹത്തിന്റെ ഒരു വയസ്സൻ ചിന്താഗതി എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. ആ ഒരു വാർത്ത അവതരിപ്പിക്കുന്ന ആളുടെ വയസ്സൻ ചിന്താഗതി നമുക്ക് തള്ളിക്കളയാം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതേപോലെ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ, വലിയ ടയറിട്ട വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇത്തരം പ്രളയവും മറ്റൊക്കെ വരുന്ന സമയത്ത് സഹായിക്കാനും മറ്റൊക്കെ ഇറങ്ങുന്നത്. ഞാൻ അധികം പറയുന്നില്ല. എന്തൊക്കെയായാലും അനാസ്ഥകളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരം അനാസ്ഥകളുടെ ലിസ്റ്റുകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. വേണമെങ്കിൽ 2 പ്രസംഗം കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഈ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് വെറും പേച്ചല്ല. നീതി ആയോഗ് അടക്കം കേന്ദ്രത്തിന്റെ ഒന്നല്ല ഒരു ഡസൻ കണക്കുകൾ ആ മുന്നേറ്റ സാക്ഷ്യമാണ്. 1-ാം നമ്പർ സംസ്ഥാനമാകുമ്പോൾ 1-ാം നമ്പർ ഭരണമാകണം. അതിൽ വരുന്ന വീഴ്ചകൾ ജനം, പ്രതിപക്ഷം ടെലസ്കോപ്പിക് കണ്ണോടെ ചോദ്യം ചെയ്യും. അതിന് മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യവുമില്ല. ദുരന്തകാലത്ത് ഏകോപനത്തിൽ പിഴവെങ്കിൽ, ക്യാമ്പുകളിൽ പ്രശ്നമെങ്കിൽ, മുഖ്യമന്ത്രി ഉണ്ടാവേണ്ട സമയത്ത് ഉണ്ടാവേണ്ട സ്ഥലത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ, ഒരു സമയത്തിന്റെ ദുരിതകാളിമ മനസ്സിലാക്കാതെയുള്ള അപക്ക പ്രതികരണങ്ങളിൽ അതിശക്തമായ ഉണ്ടാകണം. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം കാണിച്ചിരുന്നത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം എന്താ പറയുക, LDF തോൽക്കുന്ന സമയത്ത് ആ മുടിയൊക്കെ ഇട്ടിങ്ങനെ വലച്ച് ഗംഭീരമായിട്ട് ആ ഒരു ചാനൽ ഫ്ലോറിൽ ഡാൻസിൽ വെച്ച മനുഷ്യനാണ്. അദ്ദേഹം അടക്കം ഇപ്പോൾ എതിർത്ത് പറയാൻ തുടങ്ങി എന്നുള്ളൊരു സംഗതി മാത്രമാണ്. കഴിഞ്ഞിട്ടില്ല. സർക്കാർ അധികാരമേറ്റ് 2 മാസമേ ആയിട്ടുള്ളൂ. അതിന് തൊട്ടു പിന്നാലെ വന്ന ഒരു ദുരന്തം എന്ന നിലയ്ക്ക് ചില ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഈ സർക്കാരിന് കൊടുക്കാം എന്ന് നമ്മൾ കരുതിയാൽ പോലും അതിന് സർക്കാർ സമ്മതിക്കില്ല എന്ന മട്ടിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് എന്നതുകൂടിയാണ് ഇതിന്റെ പ്രശ്നം. ഇതിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടല്ലോ, ഈ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൾ ജിജി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വേണ്ട കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് അവരുടെ പരാതിയാണ്. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ടാണ് ഈ കടലിൽ പോയ ആളുകളെ കാണാതായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനം ഉണ്ടായിട്ടില്ല. ഏത് ഇതെല്ലാം പറയുന്ന മാധ്യമങ്ങളാണ്. നമ്മളാക്കി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അനാസ്ഥകൾ ഈ വഴി കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ബോധ്യപ്പെടുത്തുകയാണ്. അനാസ്ഥകളുടെ ഒരു കൂമ്പാരമാണ് ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. പല സുഹൃത്തുക്കളും പലരും അയച്ചു തരുന്നുണ്ട്. സുഹൃത്തെ, ഇതാ ഒരു അനാസ്ഥ, താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുകൂടി ആ വീഡിയോ ഉൾപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞാണ് അയച്ചിരുന്നത്. നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും അനാസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചുതരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID യിലേക്ക് അയച്ചുതരാം. സനൂപ് താവോ എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. കഴിയുമെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തിട്ട് നമുക്കൊരു സൗഹൃദവാദത്തിൽ പോവാം. ഒപ്പം തന്നെ എന്തെങ്കിലും ഇത്തരത്തിൽ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന അനാസ്ഥകൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗമായിട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരിക. ഒരു വീഡിയോ ആയിട്ട് ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് ദിവസവുമുള്ള അനാസ്ഥകൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.